ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖല്ലേ? നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇങ്ങനെ ഒരു വീഡിയോ എന്നുള്ളത്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. നിങ്ങൾ കാണുന്നതും ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് ഇതേപോലെ ഇതെന്താ ചേട്ടൻ കുക്ക് ചെയ്യുന്നത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഇത് ലീവുള്ള ദിവസത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഇത് ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ കുറച്ച് ലെങ്ത് കൂടി, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ലോങ് വീഡിയോ ആക്കാന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു കുക്കിംഗ് എന്താണെന്ന് വിചാരിച്ചാൽ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ചേട്ടനും തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പണക്കം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങളിടയ്ക്ക് ഞങ്ങളെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ 10-13 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇതേപോലെയാണ് കേട്ടോ. പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒരു രസം ലൈഫ് എന്താണെന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് എന്നും ഒരേപോലെ ഇങ്ങനെ സന്തോഷമായിട്ട് പോകുമ്പോൾ രസം ഉണ്ടാവില്ല. ഇടയ്ക്ക് ഒരു പിണക്കമൊക്കെ വേണം, അപ്പോൾ ഒന്നും കൂടി ഒരു കളറാവും ലൈഫ്. അങ്ങനെ അതേപോലെ പിണക്കത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഫുഡ് ചേട്ടൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ചേട്ടൻ ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താ ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മക്കൾ പറഞ്ഞു ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഓക്കെ എന്നാൽ ബിരിയാണി തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ചേട്ടൻ ഉണ്ടാക്കി ബിരിയാണി കഴിക്കാൻ പോകുന്നത്. ഉണ്ടാക്കുന്നതും ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ ഞാനാണ് ഇവിടെ ബിരിയാണി മന്തിയൊക്കെ ഉണ്ടാക്കാറ്. ചേട്ടൻ ആ ഭാഗത്തേക്ക് വരാറില്ല. അപ്പോൾ ചേട്ടനോട് പറയാറുണ്ട് എനിക്ക് ബിരിയാണി ഉണ്ടാക്കി പഠിക്കണം എന്നൊക്കെ. പക്ഷെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ചേട്ടൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം എന്നോട് പറഞ്ഞു ആ ഭാഗത്തേക്ക് വരണ്ട, ചേട്ടൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. ഓക്കെ അപ്പം പറഞ്ഞു ആയിക്കോട്ടെ സന്തോഷമായി എന്ന് പറഞ്ഞു. ഞാൻ ആ റൂമിലായിരുന്നു കേട്ടോ. പിന്നെ നല്ല മസാലേൻ്റെ സ്മെല്ലൊക്കെ വന്നപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ ഏകദേശം സംഭവമൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് നോക്കി നല്ല മഴയാണ്. പിന്നെ എന്താ നമ്മുടെ പൊതിനെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന കലാപരിപാടി ഇത് എന്നുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ. ഇന്ന് ലീവുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഉണ്ടാവാറ്. അത് ചെറുതായിട്ടുള്ളൂ കേട്ടോ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പം ഞാനും ഒന്ന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് തന്നെ ടേസ്റ്റ് നോക്കി ഈശ്വരാ ഞാൻ അതേപോലെ അവിടെ തന്നെ വെച്ചു. ഇത് എങ്ങനെയാണ് ആൾക്കാർ കഴിക്കുകയെന്ന് ചോദിച്ചു ഞാൻ കേട്ടോ. ഓക്കെ പിന്നെ അതാ ചേട്ടൻ ദമ്മ ചെയ്യാണ്ട് പോവാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതേപോലെ ഇൻഡക്ഷനിലാണ്. അപ്പോൾ കുറച്ച് മുന്നേ ഞങ്ങൾ ഗ്യാസിൻ്റെ അടുപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഇൻഡക്ഷനിൽ തന്നെയാണ് കൂടുതൽ കുക്ക് ചെയ്യാറ്. അപ്പോൾ ആദ്യം ഈ ഒരു പാത്രത്തിലേക്ക് മസാല സെറ്റ് ചെയ്തു, പിന്നെ അതിലേക്ക് ചോറ് സെറ്റ് ചെയ്തു, പിന്നെ അതിൻ്റെ ഗാർണിഷ് പരിപാടികളൊക്കെയാണ് ഈ കാണുന്നത്. ഇതൊക്കെ ചേട്ടൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. എന്നോടൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു, തൊട് തന്നെ ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ റൈസൊക്കെ ഒന്ന് വേവിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു ഫൈനൽ പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി ഏകദേശം ഫുള്ളായിട്ടുണ്ട്. ദമ്മ് ചെയ്തത് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വെറുതെ ഇരിക്കുകയാണല്ലോ, എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങളെ വീടിൻ്റെ ബാക്ക് സൈഡിൽ അതേപോലെ നല്ല ഭംഗിയുണ്ട് ഈ പൂവ് കാണാൻ വേണ്ടിയിട്ട്. മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല രസമുണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ മഴത്തുള്ളികൾ വീണ് കിടക്കാനായിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് പോയിട്ട് രണ്ട് ഇത് പറിച്ചു കൊണ്ടുവന്നിട്ട് ഇതേപോലെ ബോട്ടിൽ ഇടാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്, ഈ ബൊക്കയിലൊക്കെ വരുന്ന പൂവ് പോലെ. അപ്പോൾ അതേപോലെ ഇതാ ഇങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചു. അപ്പോഴേക്കും നമ്മളെ ദമ്മ് തുറന്നു കേട്ടോ. നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ചേട്ടനത് ദമ്മൊക്കെ പൊട്ടിച്ച് റൈസും മസാലയൊക്കെ വേറെ വേറെ ആക്കാനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ റൈസ് വേറെ ആക്കി, പിന്നെ ഇതാ മസാലയും വേറെ ആക്കി. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ റെസിപ്പി എന്തായാലും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതേപോലെ കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഡെയിലി വ്ളോഗ് അതേപോലെ ട്രാവൽ വ്ളോഗ് ഇതൊക്കെയാണ് കൂടുതൽ ചെയ്യാറുള്ളത്. പിന്നെ ഈ ഇടയിൽ കണ്ട ഈ സംഭവം എന്താ പറയുക, അത് ചേട്ടൻ സക്സസ് ആയതിനുള്ള എന്താ പറയുക ഒരു സന്തോഷ പ്രകടനമാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ചേട്ടന് നല്ല ഹാപ്പി ആയി, കാരണം നല്ല എന്താ പറയുക നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ഒക്കെ ആയിട്ട് ഫുഡ് സെറ്റ് ആയല്ലോ. അപ്പം നമുക്ക് അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ വിചാരിച്ച് നല്ലപോലെ സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഇനി കഴിക്കാൻ പോവാണ്. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിക്കുന്നതിന് മുന്നേ ആദുവിനെയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അവന് കൈയൊക്കെ കഴുകി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളിത് അങ്ങനെ ഓരോരുത്തർ എല്ലാവരുടെ പ്ലേറ്റും കപ്പും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളിതിൽ തൈര് സാലഡ് ഉണ്ടല്ലോ, അതിന് തൈരില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തൈര് സാലഡ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ആകെ ഉണ്ടായത് നാരങ്ങാച്ചാറാണ്. അപ്പോൾ നാരങ്ങാച്ചാറിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടനിതാ ഫുഡ് പ്ലേറ്റിലേക്ക് വിളമ്പി തരികയാണ് കേട്ടോ. നമ്മൾ ഹോട്ടലിലും കല്യാണ വീട്ടിലൊക്കെ വിളമ്പി തരുന്ന പോലെ ഇതേപോലെ ഒരു കപ്പിൽ ചോറും മസാലയൊക്കെ സെറ്റാക്കിയിട്ട് പ്ലേറ്റിൽ തട്ടി കഴിക്കാൻ പോവാണ് കേട്ടോ. ഇതൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് ഇതൊക്കെ എടുത്തത് ഈ ഒരു ക്ലിപ്പൊക്കെ മെയിനായിട്ട്. പക്ഷേ എടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലെങ്ത്ത് കൂടി. അപ്പോൾ പിന്നെ അത് ലോങ് വീഡിയോയിൽ അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചേട്ടൻ തന്നെയാണ് ഫസ്റ്റ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ലെഗ് പീസൊക്കെ അത് മാറ്റി വെച്ചിട്ട് ചേട്ടൻ തന്നെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ. ആ ഒരു എക്സ്പ്രഷനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അടിപൊളിയായിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടൻ്റെ അടുത്തേക്ക് മെല്ലെ പോയി നോക്കിയിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ ചോദിച്ച്, അപ്പോൾ ചേട്ടൻ എനിക്ക് ഇതേപോലെ വാരി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ. അതാണ് ഈ കാണാൻ പോകുന്നത്. സത്യത്തിൽ ഞാൻ വിചാരിച്ചില്ല ചേട്ടാ ഇത്ര അടിപൊളിയായിട്ട് ഈ ബിരിയാണി ഉണ്ടാക്കും എന്നുള്ളത്.
അപ്പോൾ ചേട്ടൻ ഇതേപോലെ എനിക്ക് വാരി തന്നു. എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് എനിക്ക് തോന്നി. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരും ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ലെഗ് പീസ് വേണമെന്ന് പറഞ്ഞ് അവൻ കരയായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ലെഗ് പീസൊക്കെ എടുത്ത് കൊടുത്തു. പിന്നെ ചേട്ടൻ ആദ്യം ഒന്ന് കഴുകി കൊടുത്താണ്. പിന്നെ അതേപോലെ അവന് കൊടുത്തു, കൈ കഴുകി കൊടുത്തു. പിന്നെ അവന് ഇതേപോലെ തന്നെ എല്ലാ ദിവസമൊന്നും ഇതേപോലെ ഒറ്റയ്ക്കൊന്നും വാരി കഴിക്കില്ല കേട്ടോ. അധികം ഞാൻ വാരി കൊടുക്കാറാണ്. പിന്നെ ഇതേപോലെ ബിരിയാണിയൊക്കെ ഉണ്ടാകുമ്പോൾ അവന് ഇഷ്ടമാണ് ഒറ്റയ്ക്ക് കഴിക്കാൻ. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് പ്ലേറ്റിൽ വേറെ കൊടുത്തു. പിന്നെ ഈ നാരങ്ങാച്ചാറ് ഞാനും ചേട്ടനാണ് കൂട്ടാറുള്ളത് കേട്ടോ. മക്കളൊന്നും നാരങ്ങാച്ചാറ് കൂട്ടാറില്ല. എനിക്ക് പിന്നെ ബിരിയാണിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, അതേപോലെ തന്നെ സാമ്പാറിൻ്റെ കൂടെയൊക്കെ നാരങ്ങാച്ചാറ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മക്കളിതാ കഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്, ടേസ്റ്റ് ഉണ്ട്, ഉണ്ടാക്കിയ ബിരിയാണി സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അച്ഛൻ അതിനായിട്ട് കൂടെ ഇങ്ങനെ കമൻറ്റ് പറയുന്നുണ്ട്, ഓക്കെ ഇനി ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നും, ഇനി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും പറയാം ചേട്ടൻ്റെ ആയിക്കോട്ടെ, ചേട്ടൻ ഉണ്ടാക്കിക്കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ആദ്യത്തെ ലെഗ് പീസൊക്കെ കടിച്ച് വലിച്ച് ചോറ് ഫുള്ള് തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, അവൻ കഴിച്ചു കേട്ടോ ഫുള്ളും. അവൻ വീണ്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യക്കും മന്തിനേക്കാൾ ഇഷ്ടം ഇതേപോലെ ബിരിയാണിയാണ്. പിന്നെ ഞങ്ങളധികം ബിരിയാണി തന്നെയാണ് കൂടുതൽ ഉണ്ടാക്കാറ്. ഞാനായാലും എനിക്കും ബിരിയാണിയാണ് കുറച്ചും കൂടി പെട്ടെന്ന് എളുപ്പം കഴിയുന്ന പോലെ എനിക്ക് തോന്നുന്നത്. മന്തി അത്ര അങ്ങോട്ട് എക്സ്പെർട്ട് എന്നല്ല, എന്നാലും ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഞങ്ങളൊക്കെ കഴിച്ചിട്ടു. അപ്പം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതെല്ലാവർക്കും ബായ്.